നീ ഈ സിനിമ ചെയ്യുന്നോടാ എന്ന ചോദ്യത്തിന് ആ കുഴപ്പമില്ല എന്നായിരുന്നു പ്രണവ് മോഹൻലാലിന്റെ മറുപടി. മേജർ രവി പറയുന്നത് ഇങ്ങനെയാണ്. 2003 മേജർ രവിയും രാജേഷ് അമനകരയും എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് പുനർജനി. പ്രണവ് മോഹൻലാലായിരുന്നു നായകൻ. താരത്തിന് ഈ ചിത്രത്തിലൂടെ മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അവാർഡും ലഭിച്ചു. പുനർജനിയിലേക്ക് പ്രണവ് മോഹൻലാൽ എത്തിയതിനെക്കുറിച്ച് പറയുകയാണ് മേജർ രവി. കൗമുദി മൂവ്സ് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താനും മോഹൻലാലിന്റെ കുടുംബവും തമ്മിലുള്ള ബന്ധമറിഞ്ഞ് രാജേഷ് അമനകര ഒരു കഥയുമായി മദ്രാസിലേക്ക് വരികയായിരുന്നുവെന്ന് മേജർ രവി പറഞ്ഞു. പ്രണവ് മോഹൻലാലിനോട് കഥ പറഞ്ഞ് അവനെ അഭിനയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അയാൾ വന്നതെന്നും പിന്നീട് അയാളോടൊപ്പം മോഹൻലാലിന്റെ വീട്ടിൽ ചെന്ന കഥ പറയുകയായിരുന്നെന്നും മേജർ രവി പറയുന്നു. അപ്പുവിന്റെ സിനിമയിലേക്കുള്ള വരവിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാനും ലാലിന്റെ ഫാമിലിയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞുകൊണ്ട് രാജേഷ് അമനകര എന്ന ആൾ എന്നെ മറ്റൊരാൾ വഴി ബന്ധപ്പെട്ടു. ഒരു കഥയുമായി അയാൾ മദ്രാസിലേക്ക് വന്നു. പ്രണവിനോട് കഥ പറഞ്ഞ ശേഷം അവനെക്കൊണ്ട് അഭിനയിപ്പിക്കണമെന്ന് പറഞ്ഞാണ് അയാൾ വന്നത്. ഞാൻ ഈ കഥ കേട്ടതിന് ശേഷം ലാലിനെ വിളിച്ച് കാര്യം പറഞ്ഞു. സുജിയെ വിളിച്ച് പറഞ്ഞ് വീട്ടിൽ പോയി കഥ പറയാനായിരുന്നു ലാൽ പറഞ്ഞത്. ലാലൊന്ന് മദ്രാസിൽ തന്നെ ഷൂട്ടിൻ്റെ ഒക്കെ തിരക്കിലാണ്. അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ ചെന്നപ്പോൾ സുജി പറഞ്ഞത് അവൻ അഭിനയിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നായിരുന്നു. 10 ദിവസത്തെ ഷൂട്ടല്ലേന്നും, ഒന്ന് കഥ കേൾക്കെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാനാണ് ആ കഥ അവരോട് പറയുന്നത്. കഥ കേട്ടതും സുജി അപ്പുവിനെ നോക്കിയിട്ട് നീ ഈ സിനിമ ചെയ്യുന്നോടാ എന്ന് ചോദിച്ചു. ആ കുഴപ്പമില്ല എന്ന് അവൻ മറുപടിയും പറഞ്ഞു. മേജർ രവി പറഞ്ഞത് ഇങ്ങനെ. ശേഷം മലയാളത്തിലെ തന്നെ ഒരു പ്രധാന നടനായി പ്രണവ് മോഹൻലാൽ മാറുകയും ചെയ്തു.